ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കാൽ ഗ്ലാസ് പച്ചരി, ഉഴുന്ന്, ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിടാം. ഇത് നല്ലോണം പൊതിരട്ടെ, എന്നിട്ട് നമുക്ക് അരച്ച് വെക്കണം. ഇത് നമ്മൾ നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചിടും. മുത്താരി, ഉലുവ, ഇത് നമുക്ക് അരച്ചെടുക്കാം, നല്ലപോലെ അരച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാതെ അരയ്ക്കണം. ഇനി നമുക്കിത് അരച്ച് വെക്കാം, നാളെ രാവിലത്തേക്കുള്ളതാണ്. ഇത് അരച്ചത് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ച് വെക്കാം. ഉണ്ടോ, നമുക്കിതിൽ ഒഴിച്ച് വെക്കാം. ഇത് പുളിക്കും, നാളെ രാവിലെ എടുക്കാനുള്ളതാണ്. കുറച്ചൊരു ടൈറ്റായിട്ടാണ് അരഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ഇതിലൊഴിച്ച് വെക്കാം. അത് നമ്മൾ കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു, ഒന്ന് കഴുകി ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് വെക്കാം. അങ്ങോട്ട് ഒഴിച്ചപ്പോഴാണ് ഇത് ലൂസായത്. ഇനി നമുക്കിതൊന്ന് മുകളിലിരിക്കട്ടെ, അത് കറങ്ങി കളിക്കുന്നു. അപ്പോൾ അത് ഇപ്പം ലൂസായി, കണ്ടോ. നാളത്തെ ഇഡ്ഡലിക്കുള്ളതാണ്. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, മുത്താരി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്, അരി എങ്ങനെയാണ് അരിയും മുത്താരിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതാണിത്. അപ്പോൾ നിങ്ങൾ നാളെ ഇത് നല്ലോണം പുളിച്ച് പൊന്തി വരും കേട്ടോ. നല്ല പഞ്ഞി പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വെക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് വെക്കണം നമ്മൾ, എന്നാലാണ് കുറച്ചുകൂടി ടേസ്റ്റാണ്. വേണമെങ്കിൽ രാവിലെ കുറച്ച് ഇടാമല്ലോ, ഒരാഴ്ച രാവിലെ ഇടും ഉപ്പ്. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കും. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇത് എന്താ ഈ പരുവാണ്. നമുക്കത് അടച്ച് വയ്ക്കണം. ഇന്നലെ അരച്ച് വെച്ച മാവ് നമ്മൾ രാവിലെ എടുക്കുന്നു. നല്ല സൂപ്പറായി കണ്ടോ. ഇതാ
ഇഡ്ഡലി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഉണ്ടോ, ഓരോ ഇഡ്ഡലി എത്ര പൊന്തിയിട്ടുണ്ടെന്ന് നോക്കാം. സൂപ്പർ ഇഡ്ഡലി. ഇതാ ഉണ്ടോ, എത്ര നല്ല സൂപ്പറായി കിട്ടിയെന്ന്. ഉണ്ടോ, പഞ്ഞി പോലെ അങ്ങ് ആയിപ്പോവും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.